പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ അതിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലനൊരു ചട്നി നമുക്ക് തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ഒന്ന് ചൂടായിരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് കടലപ്പരിപ്പിട്ട് നമുക്കൊന്ന് മൂപ്പിക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മൂത്ത് നിറം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് വഴറ്റി 2 പച്ചമുളക്, എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു മുളക് കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരു പച്ചമുളക് ചേർത്താൽ മതിയാവും. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരല്പം മാത്രം പുളി ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർക്കരുത് കേട്ടോ. ഒരല്പം പുളി നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഞാനതിലേക്ക് ഇത് നിറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ല കഴുകി വൃത്തിയാക്കി എടുക്കുക, ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മാത്രം പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഇലയുടെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയാൽ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കിടിലൻ ചമ്മന്തി തന്നെയാണ്. ഇപ്പോൾ നല്ലപോലെ ഇതെല്ലാം വഴന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ തണുത്തതിന് ശേഷം ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിപ്പെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇച്ചിരി എണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ച് കറി ലീഫും ചേർത്താൽ താളിപ്പായി. കാണാൻ നല്ല കളർഫുള്ളാണ്, കഴിക്കാനും അതുപോലെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ലൈക്കും ഒക്കെ കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്നെ സ്നേഹിക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.